ഫ്രണ്ട്സ് എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിലെ മാത്സിലെ 3ാമത്തെ ചാപ്റ്ററാണ്. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് വോളിയം, വ്യാപ്തം. അപ്പോൾ നമ്മൾ വൺ ഫ്രാക്ഷൻ മെനി ഫോംസ് തുടങ്ങിയ ചാപ്റ്ററിൻ്റെ മാത്സിൻ്റെ എല്ലാ ചാപ്റ്ററിൻ്റെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ വോളിയം എന്ന് പറയുന്നത് നമ്മൾ ഏരിയ പഠിച്ചു, പെരിമീറ്റർ പഠിച്ചു, അതേപോലെ ഒരു മെഷർമെൻറ്റാണ് വോളിയം. അപ്പോൾ പേജ് നമ്പർ 37 പ്രോബ്ലം നോക്കാം. All blocks shown below are made up of cubes of a side 1 cm. Calculate the volume of each. അപ്പോൾ ഇവിടെ 1 cm എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കി നമ്മളോട് വോളിയം ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വോളിയം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല നമ്മൾ പഠിച്ചു. എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലും കാണണം, ബിയും കാണണം, അതേപോലെ എച്ചും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം ഇതെങ്ങനെ മെഷർമെൻറ്റ് എല്ലാം 1 സെൻറ്റിമീറ്റർ ആണെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എണ്ണി നോക്കാം. 1 2 3 4. അപ്പോൾ വോളിയം ഹൈറ്റ് എത്രയാണ്? 4. അത് ലെങ്ത്ത് 1 2 3 4, അതും 4 ഇൻറ്റു 1 2 3 4, 4 ഇൻറ്റു 4 ഇൻറ്റു 4. എണ്ണിയത് മനസ്സിലായല്ലോ? 4 ഇൻറ്റു 4 ഇൻറ്റു 4, 4 ഇൻറ്റു 4 ഇൻറ്റു 4. അപ്പോൾ 4 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ അറിയാം 16 ഇൻറ്റു 4 ദാറ്റ് ഈസ് 64. അപ്പോൾ 64 ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ആൻസർ. എത്രയാണ്? 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. എങ്ങനെ വന്നതെന്നറിയാലോ? 4 ഇൻറ്റു 4 ഇൻറ്റു 4, L ഇൻറ്റു ബി ഇൻറ്റു എച്ച്, ബി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. അപ്പോൾ 4 ഇൻറ്റു 4 ഇൻറ്റു 4 ദാറ്റ് ഈസ് 64 ക്യൂബിക് സെൻറ്റിമീറ്റർ. അപ്പോൾ ഫസ്റ്റത്തെ ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് സെക്കൻഡ് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് എഴുതി വെക്കുക. വോളിയം ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ എല്ലും ബിയും നോക്കുക. ലെങ്ത്ത് എത്രയാണ്? ലെങ്ത്ത് 2 ആണല്ലേ, 2 എണ്ണം ഉള്ളത്. ബ്രെഡ്ത്തും അതേപോലെ 2 എണ്ണം ഉള്ളത്, 2 ഇൻറ്റു 2. ഇനി ഹൈറ്റ് നോക്കുക. 1 2 3, 3 ക്യൂബ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് നോക്കേണ്ടത്. ഇതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും. പിന്നെ ഹൈറ്റ് എന്ന് പറയുന്നത് ഈ സംഭവമാണ്. അപ്പോൾ 2 ഇൻറ്റു 2 4, 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് 12. 12ൻ്റെ കൂടെ യൂണിറ്റ് എഴുതാൻ മറക്കരുത്, ക്യൂബിക് സെൻറ്റിമീറ്റർ. അതിന് മാർക്ക് കിട്ടും. ക്യൂബിക് സെൻറ്റിമീറ്ററിനെ എഴുതാൻ വിട്ടുപോകരുത്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലവും രണ്ടാമത്തെ പ്രോബ്ലവും മനസ്സിലായല്ലോ. രണ്ടാമത്തെ എത്രയാണ് കിട്ടിയത് നമുക്ക്? ആദ്യത്തേത് നമുക്ക് 64 ആയിരുന്നു. രണ്ടാമത്തെ നമുക്ക് കിട്ടിയത് 12 ആണ്. അതെങ്ങനെ കിട്ടിയത്? 2 ഇൻറ്റു 2 ഇൻറ്റു 3. 2 ഇതാ ഈ 2 ഈ 2 ഈ 3. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം മൂന്നാമത്തെ ക്യൂബ് നോക്കുക. മൂന്നാമത്തെ ക്യൂബിൽ നമുക്ക് എത്ര കിട്ടുന്നുണ്ട്? നമ്മൾ ആദ്യം തന്നെ എന്താ എഴുതേണ്ടത്? വി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ഇവിടെ എല്ല് നമുക്ക് എത്രയാണ് കിട്ടുന്നത്? നോക്കൂ, എൽ സമം 1 2 3 4, 4 ആണ് കിട്ടുന്നത്. പിന്നെ ബി നമുക്ക് നോക്കാം. 1 2 3. ഓക്കെ, ഹൈറ്റ് നോക്കാം. 1 2 3. ഓക്കെ, അപ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 3. 4 ഇൻറ്റു 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 12. 12 ഇൻറ്റു 3 എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 36 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ആൻസറും കിട്ടി. എത്രയാണ്? 36 ആണ്. എങ്ങനെ കിട്ടി? ഇതാണ് 4 ആണ് ഇവിടെ ഉള്ളത്. 1 2 3 4, 4 ക്യൂബ്സ് ആണുള്ളത്. പിന്നെന്താ ഉള്ളത്? 3 വിഡ്ത്ത് ആണുള്ളത്. 1 2 3. ഓക്കെ, പിന്നെ ഹൈറ്റ് എത്രയാണുള്ളത്? ഹൈറ്റ് കണ്ടില്ലോ, 1 2 3. അപ്പോൾ 4 ഇൻറ്റു 3 ഇൻറ്റു 3. ഓക്കെ, ദാറ്റ് ഈസ് 36 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നെക്സ്റ്റ് നമുക്ക് നോക്കാം. വി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച് എന്ന് എഴുതി വെക്കുക. അപ്പോൾ ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് ഇവിടെ നോക്കൂ. 1 2 3 4 5 6 7 ക്യൂബ്സ് ഉണ്ടല്ലേ. പിന്നെ ഇനി ലെങ്ത്ത് നോക്കി, ഇനി ഹൈറ്റ് നോക്കുക. പിന്നെ നമുക്ക് വിഡ്ത്ത് നോക്കുക. പിന്നെ നോക്കാനുള്ളത് 2 ആണല്ലേ, 2 ആണ്. പിന്നെ ഇത് കണ്ടല്ലോ, 2 ആണ്. പിന്നെ ഹൈറ്റ് നോക്കൂ. 1 2 3. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? 7 ഇൻറ്റു 2 ഇൻറ്റു 3. 7 ഇൻറ്റു 2 എന്ന് പറയുന്നത് 14. 14 ഇൻറ്റു 3 എന്ന് പറയുന്നത് എത്രയാണ്? 42 അല്ലേ.
14 ഇൻറ്റു 3 എന്ന് പറയുന്നത് 42 അല്ലേ? ഓക്കെ, 42 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. അത് എത്രയാണ്? 7 ഇൻറ്റു 3 ഇൻറ്റു 2 ദാറ്റ് ഈസ് 42. ഇനി ലാസ്റ്റ് വണ്ണാണ്. ലാസ്റ്റ് വൺ നോക്കാം. എഴുതി വെക്കാം. എന്താ എഴുതി വെക്കേണ്ടത്? ബി ഈക്വൽ ടു എൽ ഇൻറ്റു ബി ഇൻറ്റു എച്ച്. ലെങ്ത്ത് നോക്കുക. ലെങ്ത്ത് എത്രയാണ്? 3 ആണ്. 1 2 3 3 ആണ്. ബി എന്ന് പറയുന്നത് എത്രയാണ്? ബ്രെഡ്ത്ത് ആണല്ലേ. ബി 2 ആണ്. ഹൈറ്റ് എത്രയുണ്ട്? ഹൈറ്റും 2 ആണ്. 3 ഇൻറ്റു 2 6, 6 ഇൻറ്റു 2 12 ക്യൂബിക് സെൻറ്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് 5 ക്യൂബ്സ് നമ്മളോട് കണ്ടുപിടിക്കാനാണ്. ഓരോ ക്യൂബ് ഓരോ സെൻറ്റിമീറ്ററാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചതാണ് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും. ഓക്കെ, ഇനി നമുക്ക് ഇനിയുള്ള പ്രോബ്ലംസിലൊക്കെ നമുക്കിതിങ്ങനെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് ഇങ്ങനെ തന്നത്. ഇതിൻ്റെ ലെങ്ത്ത് എന്താണ്, ബ്രെഡ്ത്ത് എന്താണ്, ഹൈറ്റ് എന്താണെന്നൊക്കെ തന്നിരിക്കും. ഇനി തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഇങ്ങനെ എണ്ണി നോക്കിയാൽ മതി. ക്യൂബ്സിൻ്റെ എണ്ണം ഹൈറ്റിലും വെയ്റ്റിലും ഹൈറ്റിലും വിഡ്ത്തിലും അതേപോലെ തന്നെ ലെങ്ത്തിലും നോക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 40 ആണ്. പേജ് നമ്പർ 40 പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം.